പൃഥ്വിരാജ് ഇന്റർനാഷണൽ തലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന തരത്തിൽ ഒരു ഇംഗ്ലീഷ് സിനിമ പോലും ഈ പൃഥ്വിരാജിന് ചെയ്യാൻ കഴിയും. അതിനുള്ള കഴിവുണ്ട്. അങ്ങനെ വരുമ്പോൾ ഇവനെ പിടിച്ചാൽ കിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല എന്ന ഒരു അസൂയ ഈ രവിക്കുള്ളത് കൊണ്ട് തന്നെയാണ് രവിയാണ് നമ്മുടെ കേരളത്തിൽ ഈ സിനിമ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ കുത്തിത്തിരിപ്പുണ്ടാക്കി ഈ കോലത്തിൽ എത്തിച്ചത്. യാതൊരു സംശയവും വേണ്ട അതിന്. ഇവന്റെ അഹങ്കാരം, അവൻ ഈ സിനിമ കണ്ട് ഇറങ്ങിയപ്പോ പറഞ്ഞ വാക്കുകൾ എന്താണ്, പിന്നീട് ഇവൻ പറഞ്ഞ വാക്കുകൾ എന്താണ്? നാം ഓരോരുത്തരും, നമ്മളും രവി കഴിക്കുന്നത് പോലെ അരിയാരമാണ് കഴിക്കുന്നത്. നമ്മൾക്കും മനസ്സിലാവും ഇത്. ഏതൊരു കുഞ്ഞുങ്ങൾക്കും ഇത് കേട്ടാൽ മനസ്സിലാവും. പൃഥ്വിരാജിനോടുള്ള കഠിനമായ അസൂയ. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, കേരളം വിട്ട് മറ്റ് ഏത് സംസ്ഥാനത്ത് ആണെങ്കിലും ഇങ്ങനെ ഒരു ഇത്ര വലിയൊരു ക്യാൻവാസിൽ ഇങ്ങനെ ഇത്തരം രീതിയിലുള്ള ഒരു സിനിമ ഇതുവരെ കേരളത്തിൽ ചെയ്യാത്ത തരത്തിലുള്ള ഒരു സിനിമ അത് ചെയ്താൽ നമ്മൾ എന്താണ് ചെയ്യുക? മറ്റുള്ള സംസ്ഥാനത്തൊക്കെ ആണെങ്കിൽ അദ്ദേഹത്തെ ആ ഡയറക്ടർ എടുത്ത് തലയിലേറ്റി നടക്കും. കാരണം അഭിമാനമാണ്. നമ്മളോ, ഇവന്മാരെ പോലുള്ളവർ കുറെ ആളുകൾ ആ സിനിമയെ ചെറുതാക്കി കണ്ട് അതിനെ നെഗറ്റീവ് അടിച്ച് അതിനെ ഇങ്ങനെ ഹേറ്റ് ക്യാമ്പയിൻ നടത്തി ഇല്ലാതാക്കി നശിപ്പിച്ചു കളയുക, ഡീഗ്രേഡ് ചെയ്യുക. എന്താണ് അവസ്ഥ? അതിന് മുൻപന്തിൽ നിൽക്കുന്നത് ഈ കള്ളൻ മേജർ രവി എന്ന് പറയുന്നവനും പാലക്കാടൻ രവി. എന്തൊരവസ്ഥയാണില്ലേ? അസൂയ തന്നെ, പൃഥ്വിരാജിനോടുള്ള അസൂയ തന്നെ, അല്ലാതെ എന്ത് പറയാനാണ്? പിന്നെ മറ്റൊരു കാര്യം ഇതിൽ പറയാനുള്ളത്, ഈ നമ്മുടെ പൃഥ്വിരാജിന്റെ അമ്മ മല്ലിക സുകുമാരൻ എന്ന് പറയുന്ന മല്ലിക അമ്മ, ആ അമ്മ വളരെ കൃത്യമായി പറയുന്നുണ്ട്. ഈ രവി പറയുന്ന വാക്കുകൾ മോഹൻലാൽ അവിടെ എന്താണ്, എനിക്ക് തെറ്റുപറ്റി എന്ന് പറഞ്ഞ മാപ്പ് എഴുതി വെച്ചിട്ടുണ്ട്, അത് ഞാൻ കണ്ടിട്ടുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. എല്ലാം മോഹൻലാൽ ചെയ്യുന്നതെല്ലാം മേജർ രവിയോട് ചോദിച്ചിട്ടല്ലേ? ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം ഈ മേജർ രവിയാണ്. അവനാണ് ഈ കുത്തിത്തെരിപ്പ് ഉണ്ടാക്കിയിട്ടുള്ളത് ഈ സിനിമയെ ഈ കോലത്തിലാക്കാൻ.